അല്ല സാറേ, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഇത് അനാവശ്യ ചോദ്യമല്ല. ഉല്ലാസ് ബാബു, മറുപടി പറയാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണോ സംസ്ഥാനത്തെ BJP നേതാക്കളുള്ളത്? ഇപ്പൊ ഞാൻ പറയണേനാണ് ഈ കള്ളപ്പോർക്കിന് കുഴപ്പം. എന്തൊക്കെയാ നീ പറഞ്ഞത്? എയിംസ് ഞങ്ങളുടെ കയ്യിലുണ്ട്, ഇത് എവിടെ വെക്കണം എന്ന് മാത്രം അറിവില്ല. അത് ആലപ്പുഴയിൽ വെക്കണോ, തിരുവനന്തപുരത്ത് വെക്കണോ, അതോ തൃശ്ശൂർ വെക്കണോ എന്നുള്ളൊരു സംശയം മാത്രമേ ഉള്ളൂ. ഇത് ഒന്നും പറ്റില്ല, ഞങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോയി കളയുമെന്നായിരുന്നു ഭീഷണി. ഇപ്പോൾ ഒരു മറുപടി പോലും പറയാൻ പറ്റാത്ത അവസ്ഥയാണോ യഥാർത്ഥത്തിൽ നിങ്ങളെ സംബന്ധിച്ചുള്ളത്? ചോദിക്കാൻ എവിടെ പോയി ന്യായം പറയുന്ന ഈ നാവ്? മറുപടി പറയാൻ പറ്റാത്ത അവസ്ഥയാണ് രേണുകോട് ആരാ പറഞ്ഞത്? ആർക്ക് എന്താ മറുപടി പറയാൻ കുഴപ്പമുള്ളത്? ഇവിടെ എയിംസ് തരില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഭരണകാലത്ത് അല്ല, ഒന്ന് പറയാൻ സമ്മതിക്കുന്നത്. ഞാൻ പറഞ്ഞതിന് ശേഷം ചോദിച്ചാൽ മറുപടി പറയാം. കൃത്യമായിട്ട് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി പറയണേ. എന്നാൽ ഇനി ഞാനത് പറയാം. കേന്ദ്ര ആരോഗ്യമന്ത്രി കേരളത്തിനകത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ എയിംസ് ഉണ്ടാകും. ഈ പയ്യനുണ്ടല്ലോ KRP മിടുക്കനാ. ഇത് തന്നെയല്ലേ ചേട്ടൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. ഇത് അതുപോലെയല്ല, എന്റെ ഉള്ളിൽ നിന്നൊരു മനസ്സിലായില്ലേ? ഞങ്ങളുടെ ഭരണകാലയളവിൽ 5 വർഷത്തിന്റെ കാലയളവിൽ കേരളത്തിന് കൃത്യമായി എയിംസ് ഉണ്ടാവും. ഇവിടെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച കാര്യം, ബഡ്ജറ്റിൽ എവിടെയും അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. പറയുന്ന അല്ലെങ്കിൽ പ്രഖ്യാപിച്ച കാര്യങ്ങൾ മാത്രമല്ല പുറത്തുണ്ടാവാറുള്ളത്. ബഡ്ജറ്റിൽ ഇന്ന കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുമില്ല. സ്വാഭാവികമായിട്ട് ഈ റെയിൽവേയുടെ കാര്യവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാലോ, 4 ട്രെയിൻ അതിന് മുൻപ് 14 ദിവസം കൂടി മാറ്റിവെച്ചിട്ട് ബഡ്ജറ്റിൽ കേരളത്തിനെ ചേർത്ത് പിടിച്ചു കേന്ദ്രം എന്ന് പറയിപ്പിക്കാമായിരുന്നില്ല. ഞങ്ങൾക്ക് അങ്ങനെ രാഷ്ട്രീയം ഉണ്ടായിരുന്നുവെങ്കിൽ. ഇതാണ് സത്യം. വിശ്വസിക്കാൻ പറ്റുന്നവർക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാൻ സ്വല്പം ബുദ്ധിമുട്ടേ ഉണ്ട്. അങ്ങനെ മാറ്റിവെപ്പിക്കേണ്ടായിരുന്നു. കേരളത്തിന് എന്തെങ്കിലും വാങ്ങിയെടുത്തിട്ട് നമ്മൾ വാങ്ങി, ഞങ്ങളാണ് വാങ്ങിച്ചു തന്നതെന്ന് പറയാമായിരുന്നല്ലോ ശ്രീ ഉല്ലാസ് ബാബു. നോക്കൂ, ഞങ്ങളാണ് ഇതിന് നേതൃത്വം നൽകിയത്, ഞങ്ങളുടെ സമ്മർദ്ദമാണ് കേരളത്തിന് ഇത് കിട്ടാൻ ഇടയാക്കിയതെന്ന് പറയാമായിരുന്നു. അതുണ്ടായില്ല. അല്ല, അത് രേണുക അങ്ങനെ പറഞ്ഞു, അത് കുഴപ്പമില്ല. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം. കേന്ദ്രം ഭരിക്കുന്ന BJPയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു രാഷ്ട്രീയ സ്റ്റണ്ടാക്കി എടുക്കാനൊന്നും ഞങ്ങൾ തയ്യാറില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് വേണ്ട കാര്യങ്ങൾ വളരെ വൃത്തിയും വെടുപ്പുമായിട്ട് കൃത്യമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. വെറുതെ അല്ലേ ചോദിച്ചോക്ക്. ഗുജറാത്തിനെ പോലെ തന്നെ, കേരളത്തിനെ പോലെ തന്നെ കർണാടകയും ഒക്കെ ഇതിന്റെ പദ്ധതി വിഹിതം കൃത്യമായി വർദ്ധിച്ചു. എന്ത് അടിസ്ഥാനത്തിലാണ്? കേരളത്തിനകത്ത് രാഷ്ട്രീയം നോക്കിയിട്ടാണോ? അല്ലല്ലോ. എത്ര കോടി രൂപയുടെ വ്യത്യാസം ഇത്തവണ ബഡ്ജറ്റിനകത്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് അതൊക്കെ കേരളത്തിന് അവകാശപ്പെട്ടതാണല്ലോ ശ്രീ ഉല്ലാസ് ബാബു. ഈ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ നിന്റെ ഈ നിലപാട് പൂർണ്ണമായി അംഗീകരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഇത്തവണ 7 റെയിൽ കോറിഡോർസ് പ്രഖ്യാപിച്ചുവല്ലോ. കേരളമില്ല. കേരളത്തിന് എന്താ അതിന് അവകാശമില്ലേ? അർഹതയില്ല. അനീതിയാണ്, വഞ്ചനയാണ്. ഒറ്റത്തരെന്ന് പറഞ്ഞ് നടന്നാ പോരാ, പ്രതികരിക്കണം. നന്ദു, നമ്മൾ പ്രതിഷേധിക്കണം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ രേണുക വെറുതെ ചൂടായിട്ട് കാര്യമില്ല. 372 കോടി റുപ്യാണ് 2009 മുതൽ 2014 വരെ ഇവരുടെ ഈ UPA സർക്കാരിന്റെ സമയത്ത് കൊടുത്തത്. ഇത്ര NDA സർക്കാർ വന്ന സമയത്ത് എത്ര കൊടുത്തത്? 3795 കോടി റുപ്യ. എന്താ രേണുവയ്ക്ക് അത് വായിക്കാൻ പറ്റാത്ത? 372 ആണോ വലുത്? 3795 ആണോ വലുത്? എന്താ രേണുവയ്ക്ക് അത് മനസ്സിലാകും? കേൾക്കാത്തതോ അതോ കേട്ടില്ല എന്ന് നടിക്കാൻ തീരുമാനിച്ചു. ഓരോ വർഷവും റെയിൽവേയുടെ ആ വിഹിതം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഉയർന്ന വിഹിതം ഓരോ സംസ്ഥാനത്തിനും ലഭിക്കുന്നതാണ്. കാസർഗോഡ്, കായംകുളം, കൊല്ലം, കോഴിക്കോട്, കുട്ടിപ്പുറം, മാവേലിക്കര, നെയ്യാറ്റിൻകര, നിലമ്പൂർ, ഒറ്റപ്പാലം, പരപ്പനങ്ങാടി, പയ്യന്നൂര്, പുനലൂര്, ഷൊർണൂര്, തലശ്ശേരി, തിരുവനന്തപുരം, തൃശ്ശൂർ, തിരുവല്ല, തൃപ്പൂണിത്തുറ, വടകര, വർക്കല, വടക്കാഞ്ചേരി, ഇത്രയൊക്കെ അമൃത് പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ റെയിൽവേ സ്റ്റേഷനൊക്കെ റീഡെവലപ്മെന്റ് നടത്തുന്നത് എന്താ രേണുവയ്ക്ക് മനസ്സിലാവുന്നില്ലേ? രേണുവയ്ക്ക് എന്താ വായിക്കാൻ അതൊന്നും തോന്നാത്തത്? എന്താ രേണുവയുടെ മാധ്യമ പ്രവർത്തന രംഗത്ത് ഇത്ര കോടി റുപ്യ അതിനകത്ത് ചെലവാക്കുന്നത് കാണാൻ പറ്റാഞ്ഞത്? അത് പിന്നെ താൻ ഉറപ്പിച്ചങ്ങോട്ട് പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞു, സാറ് കേട്ടില്ല. താങ്കൾ ഈ വായിച്ചതിൽ എവിടെയെങ്കിലും അതിവേഗ റെയിലുണ്ടോ? തട്ടിപ്പുമായിട്ട് എന്റെ അടുത്ത് വരരുത്. താങ്കൾ ഈ വായിച്ചതിൽ എവിടെയെങ്കിലും അതിവേഗ റെയിലുണ്ടോ? ഞാൻ അതിവേഗ റെയിലിന്റെ കാര്യമാണ് പറഞ്ഞത്. ഓഹോ, കഥ അവൻ അങ്ങനെ ആക്കിയല്ലേ? ഞാൻ ചോദിക്കട്ടെ, അതിവേഗ റെയിലിന്റെ കാര്യത്തിൽ തരില്ല എന്ന് പറഞ്ഞോ? അങ്കമാലി മുതൽ ശബരിമലയുള്ള കാര്യത്തിൽ, തിരുനാവായ ഗുരുവായൂർ കാര്യത്തിൽ എല്ലാം കൃത്യമായിട്ട് പ്രവർത്തനം കൃത്യമായി തുടങ്ങുന്നതായിട്ട് പറഞ്ഞില്ലേ? കേരള സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ട് ആ സ്ഥലങ്ങൾ അനുവദിച്ചു കൊടുക്കണം, എടുത്തു കൊടുക്കേണ്ട ചുമതല അവർ ഏറ്റെടുക്കണമെന്നും അവർ കൃത്യമായിട്ട് വേഗം ചെയ്താൽ അതിന് വേണ്ടുന്ന ഫണ്ട് അടക്കം മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് കൃത്യമായി പറഞ്ഞില്ലേ? എന്തിനാണ് അത് മനസ്സിലാക്കാത്തത്? പിന്നെ അതിവേഗ റെയിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വി ശ്രീധരൻ എല്ലാവിധ പിന്തുണയും കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ കാര്യങ്ങൾ വേണ്ട പോലെ കൃത്യമായി ചെയ്തിരിക്കും. നിങ്ങൾക്ക് നീ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. അബദ്ധം കാണിക്കല്ലേ? അബദ്ധം അറിയാതെ പറ്റുന്നല്ലേ? ഇതറിഞ്ഞു ചെയ്യാൻ പോകുന്നതാടാ. രണ്ടാമത്തെ കാര്യം, ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ. 10 വർഷക്കാലം UPA സർക്കാർ ഇരുന്ന സമയത്ത് കേരളത്തിനോട് എന്റെ ചിറ്റ നയം കാണിച്ചത്? എന്റെ ചോദിക്കാൻ രേണുകയുടെ നാവ് പൊന്താത്തത്? എന്താണ് ആങ്കർ ആ വിഷയം സംസാരിക്കാത്തത്? അല്ല, അത് പിന്നെ എന്ത് വിഷമമുണ്ടല്ലേ? രാഷ്ട്രീയ തിമിരം ബാധിക്കരുത് ആങ്കർക്ക്. ആങ്കർ രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവരുത് കേട്ടോ. ഞാൻ ഒരു വക്താവുമായില്ല. കേരളത്തിൽ ഒരു മനുഷ്യനും അതിവേഗ റെയിൽ കിട്ടിയില്ല. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതൊന്നും ഇവിടെ ആർക്കും അന്വേഷിക്കണ്ടല്ലോ. ആമയുടെ ഫോട്ടോ ഉപയോഗിച്ച് സമൂഹ മാധ്യമത്തിൽ അവർക്ക് അവരുടെ വിഷമം പറയേണ്ടി വരുന്നത് ഏത് സാഹചര്യത്തിലാണ്? എടോ, ഈ വിളിച്ചു വേണതേ ഉമ്മണിത്തെണ്ണുള്ള കാര്യമാണ്. അറിയായ അത്രയ്ക്കൊക്കെ വേണം എന്നാ ഈ
ശരിയായി തരാ. എന്റെ 35 റെയിൽവേ സ്റ്റേഷൻ റീഡെവലപ്പ് ചെയ്ത് റെയിൽവേക്ക് കാണാൻ സാധിക്കാത്തത് എന്താണ്? 3792 കോടി രൂപ റെയിൽവേ കൃത്യമായി കേരളത്തിന് മാറ്റിവെച്ച കാര്യം രേണുവയ്ക്ക് പറയാൻ സാധിക്കാത്തത്. അത് വലിയൊരു കാര്യമാണെന്നും അത് കേന്ദ്രത്തെ അഭിനന്ദിക്കാനും രേണുവയ്ക്ക് എന്റെ മനസ്സ് വരാത്തത്. ഞാൻ സില്ലി മാറ്റി ശ്രദ്ധിക്കാറില്ല. ആ രാഷ്ട്രീയ തിമിരമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ തിമിരക്കണ്ണും വെച്ച് നോക്കിയാൽ കേരളത്തിലൊന്നും കിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നും. ഒന്നും തന്നില്ല എന്നൊരു പരാമർശം പോലും ഞാൻ നടത്തിയില്ല. കേരളത്തിന് വേണ്ടി കേരളം ഏറെ പ്രതീക്ഷയോട് കാത്തിരുന്ന വലിയ പ്രഖ്യാപനങ്ങൾ അത് എയിംസും അതിവേഗ റെയിലുമായിരുന്നു. അതുണ്ടായില്ല. ഇന്ന് റെയിൽവേ മന്ത്രിയുടെ വാർത്താ സമ്മേളനം വരുമ്പോൾ അക്കാര്യത്തിൽ ഒരു ഉറപ്പെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. റെയിൽവേ മന്ത്രിക്ക് അത്തരം ഒരു അറിവും അതുമായി ബന്ധപ്പെട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ആർക്ക് വേണ്ടിയാണ് ഈ ശ്രീധരൻ അത് അവിടെ ചെയ്യുന്നത് എന്നൊരു ചോദ്യം കൂടി ഉണ്ടാകുമല്ലോ സ്വാഭാവികമായും. താങ്കൾ അല്പം രോഷം അടക്കിയതിനു ശേഷം ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. കേരളത്തിന് കൃത്യമായി കേന്ദ്രം കൊടുത്ത കാര്യങ്ങൾ പറയാൻ തയ്യാറാവാതെ ഈ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന മാധ്യമ പ്രവർത്തനം നടത്തുന്ന രേണുകയോട് രോഷമുണ്ടാകും. അത് സാധാരണ ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടാകുന്ന ദേഷ്യമാണ്. അത് സ്വാഭാവികമായിട്ട് ഉണ്ടാകും. രേണുക നുണ പറയാനും പ്രകടിപ്പിക്കാനുമുള്ള വേദിയായിട്ട് മാധ്യമ പ്രവർത്തനത്തെ മാറ്റാൻ പാടില്ല. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ശ്രീ ഉല്ലാസ് ബാബു, സാധാരണ ജനങ്ങൾ അവരുടെ രോഷം പ്രകടിപ്പിക്കുന്നത് ഫേസ്ബുക്കിലും മറ്റുമാണ്, സമൂഹ മാധ്യമങ്ങളിലാണ്. അവർ ഉപയോഗിക്കുന്ന ഭാഷയൊന്നും എനിക്ക് താങ്കളോട് പറയാൻ പറ്റത്തില്ല. അവരുടെ രോഷ പ്രകടനത്തിന്റെ ഭാഷയാണ്. ഞാൻ അതിൽ മാന്യമായ ഭാഷയിലാണ് താങ്കളോട് ചോദ്യം ചോദിച്ചത്. ഞാൻ തങ്കാട്ടിക്കൊണ്ടാണ് വലിയ പ്രതിഷേധം ഇന്ന് UDF എംപിമാർ ഡൽഹിയിൽ നടത്തിയിരിക്കുന്നത്. നാളെ ഇവിടെ കരിദിനം ആചരിക്കാൻ പോവുകയാണ്. അപ്പോൾ കേരളത്തിനോടുള്ള അവഗണനയിൽ എന്റെ കുഞ്ഞുലക്ഷ്മി, എനിക്ക് അവളും നീയും വേർതിരിവില്ലാന്ന് നിനക്ക് അറിഞ്ഞൂടെ? വികസിത കേരളം പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ വോട്ട് തേടാൻ ശ്രമിച്ചിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ എല്ലാ വാർത്താ സമ്മേളനങ്ങളും ആവർത്തിച്ച് പറയുന്നത് വികസിത കേരളമാണ്. ഈ ബജറ്റിൽ കേരളം പ്രതീക്ഷിച്ചിരുന്ന ഒന്നുപോലും നേടിയെടുക്കാതെ എങ്ങനെ നിങ്ങൾ ഇനി വികസിത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തി ജനങ്ങളെ കാണും? അവരോട് എന്ത് പറയും? BJP ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിന് തുടർച്ചയായി കേരളത്തിന് അവകാശപ്പെട്ടത് നിഷേധിക്കുമ്പോൾ നിങ്ങളെ എങ്ങനെ ജനങ്ങൾ വിശ്വസിക്കും? അല്ല, ഞങ്ങളെ ജനങ്ങൾ വിശ്വസിക്കണോ വേണ്ട എന്നുള്ള അട്ടിപ്പറ അവകാശം രേണുവയ്ക്ക് എന്തായാലും തരുന്നില്ല. ഞാൻ കോപാകുലനാവണോ രോക്ഷാകുലനാണോ എന്നുള്ളത് രേണുവ ടെൻഷൻ ആവണ്ട. ഞങ്ങൾ എങ്ങനെ ജനങ്ങളെ കാണും എന്നുള്ള ഭയവും രേണുവയ്ക്ക് വേണ്ട. ഞങ്ങൾ കൃത്യമായി കണ്ടോളാം. അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ചു. ആരട്ടിമറിച്ചു? തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് അവരുടെ വരുമാന മാർഗം കൂട്ടിയതാരാണ്? അവരുടെ ദിവസങ്ങൾ വേതനം കൂട്ടിയതാരാണ്? അവരുടെ ദിവസങ്ങളുടെ എണ്ണം കൂട്ടിയതാരാണ്? അപ്പം നിങ്ങളുടെ ഷെയർ തീരുമാനിക്കുന്ന സംസ്ഥാനത്തിന് എന്താ ഷെയർ കൊടുത്താൽ കുഴപ്പം? ബെനിഫിഷ്യറിക്ക് എന്തെങ്കിലും ദോഷം വന്നിട്ടുണ്ടോ? ആരാണ് അതിന്റെ ബെനിഫിഷ്യറീസ്? ആ ബെനിഫിഷ്യറീസുകൾക്ക് ഒരു ദോഷവും വന്നിട്ടില്ല. അവർക്ക് കൂലിയും കൂടുതൽ കൊടുത്തിട്ടുണ്ട്, അവർക്ക് ദിനങ്ങളും കൂടുതൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ ആരും ദുഃഖപ്പെടണം. നിങ്ങൾക്ക് അതിൽ ഷെയർ കൊടുക്കാനുള്ള വിഷമല്ലേ? അത് നിങ്ങൾക്ക് അതിനുള്ള പ്രാപ്തി ഇല്ല എന്നുണ്ടെങ്കിൽ സർക്കാരിന്റെ പണി നിർത്തി നിങ്ങൾ വീട്ടിൽ പോകണം. അല്ലാണ്ട് അത് കൊണ്ടുവരണം. അതൊക്കെ ഓരോരുത്തരും മൂപ്പിച്ചിട്ടല്ലേ 1.4 ലക്ഷം കോടി രൂപ സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്നതിൽ കേരളത്തിന് ഗുണമായി കിട്ടില്ല തോന്നുന്നുണ്ടോ? 12.5 ലക്ഷം കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യത്തിൽ കേരളം പെടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? 36,000 കോടി രൂപയോളം വരുന്ന 3.8 1.9 നിന്ന് കേന്ദ്ര വിഹിതം കൂട്ടിയത് കേരളത്തിന് ഗുണകരമായി വരില്ല എന്ന് തോന്നുന്നുണ്ടോ? പിന്നെ നിങ്ങൾ പറയുന്നത് കേരളത്തിൽ നിങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു. നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചതിൽ 50% പോലും ഇപ്പോഴും നടപ്പിലാക്കിയിട്ടില്ല സാർ. ഇടതുപക്ഷത്തിന്റെ സർക്കാരിന്റെ പ്രതി മനസ്സിലാക്കണം. ഇതിനൊന്നും വേണ്ടി ഒച്ച വെച്ചിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് അതിലും വലിയ കാര്യങ്ങൾ ചെയ്യാൻ കിടക്കുകയാണ്. അത്രയും പ്രശ്നത്തിലാണ് ലോകം മുഴുവൻ. അത് മനസ്സിലാക്കിയാൽ മതി. കഴിഞ്ഞ ബഡ്ജറ്റ് അവതരിപ്പിച്ചു, അതിന്റെ തൊട്ട് മുമ്പത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ആ അവതരിപ്പിച്ച കാര്യത്തിന് പരിപൂർത്തീകരണം നടന്നിട്ടില്ല. മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെ ബഡ്ജറ്റ് അവതരിപ്പിച്ചതുകൊണ്ടായില്ല. ആ ബഡ്ജറ്റ് അവതരിപ്പിച്ച കാര്യങ്ങൾ കൃത്യമായി ഒരു വർഷം കൊണ്ട് നടപ്പിലാക്കിയിട്ടില്ല എന്ന യാഥാർത്ഥ്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് വേണമെങ്കിൽ 1 മണിക്കൂർ നാളെ വെച്ചോ, ഡിബേറ്റ് 1-to-1 ആയിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ ഒരു ഗോൾ അടിച്ചാൽ ഞാൻ 10 ഗോൾ തിരിയടിക്കും. താൻ എന്ത് വിചാരിച്ചു? തനിക്ക് മാത്രമേ ബുദ്ധിയുള്ളോ? ചോദിച്ചു മേടിച്ചതാ സാറേ. സതീശനെ അറിയാലോ. താങ്കൾ ഈ സൂചിപ്പിക്കുന്ന പോലെയൊക്കെ വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളെ എങ്ങനെ ഓപ്ഷനായി കാണും എന്നതാണ് എന്റെ ചോദ്യം. നിങ്ങൾ വളരെ വലിയ വികസനം ഇവിടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ വന്ദേ ഭാരത് ലാഭകരമായി ഓടുന്ന റൂട്ട് കേരളത്തിലാണ്. കാര്യങ്ങളൊന്നും ഒട്ടും റിയലിസ്റ്റിക് അല്ല. ഈ റിയലിസ്റ്റിക് അല്ലെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. കൂടുതൽ ആളുകൾ വന്ദേ ഭാരത് ഏറ്റവും കൂടുതൽ ഒക്യുപ്പൻസി റേറ്റ് ഉള്ള കേരളം ഏറ്റവും കൂടുതൽ അതിന് സംഭാവന ചെയ്യുന്ന സംസ്ഥാനമാണ്. അവിടേക്ക് എന്തുകൊണ്ടൊരു അതിവേഗ റെയിൽ ഇല്ല എന്ന് ചോദിക്കുമ്പോൾ താങ്കൾ ഇങ്ങനെ എല്ലാ ബജറ്റിലും എല്ലാവരും അനുവദിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നത് കൊണ്ട് അതിന് മറുപടിയാകുമോ? അല്ലേ? അല്ല, നിനക്ക് പറയാമോ? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. രേണുക കേരളത്തിലെ വികസനം ആകെ കാണുന്നത് റെയിൽവേയിലാണ് എങ്കിൽ റെയിൽ പാളത്തിന്മേൽ മാത്രം വികസനം മറ്റെന്തൊക്കെയുണ്ട്? താങ്കൾ അങ്ങനെ ചൂണ്ടിക്കാട്ടുന്ന രീതിയിൽ എന്തുണ്ട് ബജറ്റിൽ? അങ്ങനെയാണെങ്കിൽ BJP സംസ്ഥാന അധ്യക്ഷന്റെ വാർത്താ സമ്മേളനം ഇന്നലെ നടക്കുമ്പോൾ പാതി വഴിക്കാതെ അവസാനിപ്പിച്ച് പോകേണ്ടി വരില്ലായിരുന്നല്ലോ. ഇന്ന് മറുപടി ചോദിക്കുമ്പോൾ ഞാൻ കേരളത്തിൽ വന്നിട്ട് പറയാമെന്ന് നിങ്ങളുടെ കേന്ദ്രമന്ത്രിക്ക് പറയേണ്ടി വരില്ലായിരുന്നല്ലോ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഈ ബുദ്ധിമുട്ട് നിങ്ങളുടെ നേതാക്കൾക്ക് ഉണ്ടാകില്ലല്ലോ. ഞങ്ങളുടെ നേതാക്കൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല. ബുദ്ധിമുട്ടിൽ രേണുക പനിക്കുകയും വേണ്ട. ഇനി ഞാൻ പറയും,
വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരാം. കേരളത്തിന്റെ വികസനത്തിൽ 11 വർഷം മുൻപുണ്ടായിരുന്ന റെയിൽവേ, കേരളത്തിലെ റെയിൽവേയും ഇപ്പോഴത്തെ റെയിൽവേയും തമ്മിൽ രേണുകയ്ക്ക് ഒരു മാറ്റവും തോന്നുന്നില്ല എങ്കിൽ ഒരു സംശയവും വേണ്ട, കണ്ണുകൾക്ക് തിമിരം ബാധിച്ചിരിക്കുന്നു. കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് മിണ്ടായിരുന്നപ്പോ മണ്ടയിൽ ചവിട്ടി മതിലിയാടാന്ന് വെച്ചു അല്ലേ? രണ്ടാമത്തെ കാര്യം, രേണുക പറയുന്ന ഒരു കാര്യത്തിൽ ഇവിടുത്തെ മെഡിക്കൽ കോളേജുകളുടെ വികസനത്തെ കൃത്യമായി നടപ്പാക്കാൻ സാധിക്കാത്ത സർക്കാരിന്റെ പ്രതിനിധി അവിടെ ഉണ്ടല്ലോ. തൃശ്ശൂർ ആയിക്കോട്ടെ, പാലക്കാട് എത്ര കാലമായി രേണുക ഒന്ന് ചോദിക്കൂ. പാലക്കാട് മെഡിക്കൽ കോളേജ് ഇവർ നടപ്പിലാക്കി ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ നിന്ന് പിണറായി വിജയന്റെ 2 കാലഘട്ടം കഴിഞ്ഞിട്ടും ഇന്ന് പാലക്കാടിലെ ജനങ്ങൾക്ക് മെഡിക്കൽ കോളേജിലേക്ക് കൃത്യമായി എല്ലാവിധ സൗകര്യങ്ങളോട് കൂടി ചികിത്സാ കാര്യങ്ങൾ നടപ്പാക്കാൻ സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് CPM-ന്റെ പ്രതിനിധിയോട് ഒന്ന് രേണുക ചോദിക്കും. ഇറങ്ങി വാടോ, ഞാൻ വെല്ലുവിളിക്കും. അപ്പൊ ആരോഗ്യ മേഖല, കാർഷിക മേഖല, വിദ്യാഭ്യാസ മേഖല, തൊഴിൽ മേഖല, അതുപോലെ തന്നെ വ്യവസായിക മേഖല, കാർഷിക മേഖലയിലൊക്കെ തകർന്ന് തരിപ്പണമാകുന്ന സമയത്ത് ഇതൊന്നും രേണുകയ്ക്ക് കാണാൻ സാധിക്കുന്നില്ല. ഞങ്ങളൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. ആകെ റെയിലേ കാണാൻ സാധിക്കുന്നുള്ളൂ എങ്കിൽ ആ റെയിലും രേണുക നോക്കിക്കോളൂ. അവിടെയാണ് ഉല്ലാസ് ബാബു പറഞ്ഞത് 3795 കോടി രൂപ റെയിൽ വികസനത്തിന് കേരളത്തിൽ കൊടുത്തിട്ടുണ്ട് എങ്കിൽ 11 വർഷമായിട്ടും ആ വികസനം രേണുകയ്ക്ക് കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ അത് കണ്ണുകൾക്കാണ് തിമിരം ബാധിച്ചിരിക്കുന്നത്. ആ രാഷ്ട്രീയ തിമിരമാണോ എന്ന് രേണുക പരിശോധിക്കുക. ഞങ്ങളെ താങ്കളോട് ചോദിച്ച ചോദ്യം, വികസിത കേരളം പറഞ്ഞത് എങ്ങനെ ജനങ്ങളെ നേരിടും എന്നതായിരുന്നു. എങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് തന്ത്രം മാറ്റാതെ ജനങ്ങളോട് വോട്ട് തേടുന്നതായിരുന്നു. അതിന് ഇതാണ് താങ്കളുടെ മറുപടി എങ്കിൽ ആയിക്കോളൂ. എനിക്ക് താങ്കളെ പോലെ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാനില്ലാത്ത താങ്കളുടെ നിസ്സഹായ അവസ്ഥയാണ്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ നമുക്ക് പിന്നെ കാണാം. ഇങ്ങനെ കാണാനാണ് ഇനി കാണണമെന്നില്ല.